ചാലക്കുടി ദേശീയപാത പോട്ടാശ്രമം ജംഗ്ഷനിൽ ബൈക്കിൽ മിനി ലോറി ഇടിച്ച് ബൈക്ക് യുവാവ് മരിച്ചു. വിആർപുരം ഞാറക്കൽ വീട്ടിൽ അശോകന്റെ മകൻ 40 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ പ്രതി പോലീസ് കസ്റ്റഡിയിൽ. പെരിങ്ങാട്ടുകര താന്യം തെക്കിനിയേടത്ത് വീട്ടിൽ വിവേകിനെയാണ് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും ഞായർ തിങ്കൾ ദിവസങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി ദേശീയപാത പോട്ട ആശ്രമം ജംഗ്ഷനിൽ ബൈക്കിൽ മിനി ലോറി ഇടിച്ച് ബൈക്ക് യുവാവ് മരിച്ചു. വിആർപുരം ഞാറക്കൽ വീട്ടിൽ അശോകന്റെ മകൻ 40 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. വ്യാഴാഴ്ച രാവിലെ 7:15ഓടെയായിരുന്നു സംഭവം. പാലക്കാട് ഭാഗത്തേക്ക് സോപ്പ് നിർമ്മാണത്തിനുള്ള അമോണിയ കെമിക്കൽ കയറ്റിവന്ന ലോറിയാണ് ബൈക്കിലിടിച്ചത്. ലോറിക്കടിയിൽപ്പെട്ട ബൈക്കിനെ 20 മീറ്ററോളം വലിച്ചു കൊണ്ടുപോയി. അനീഷ് സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു. അപകടത്തിൽ മിനി ലോറിക്ക് തീപിടിക്കുകയും ചെയ്തു. ലോറി പൂർണ്ണമായും കത്തി നശിച്ചു. ലോറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചാലക്കുടിയിൽ നിന്നും അഗ്നിശമന സേനയെത്തിയാണ് തീയണച്ചത്. പോട്ട ആശ്രമം റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനിടെയാണ് മിനി ലോറി ബൈക്കിലിടിച്ചത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിലെ ഗതാഗതം 1 മണിക്കൂറോളം തടസ്സപ്പെട്ടു. മരപ്പണിക്കാരനായ അനീഷ് ജോലിക്ക് പോകുന്ന വഴിയായിരുന്നു അപകടം. മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. മീഡിയ ടൈം, ചാലക്കുടി. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ പ്രതി പോലീസ് കസ്റ്റഡിയിൽ. പെരിങ്ങോട്ടുകര താന്യം തെക്കിനിയേടത്ത് വീട്ടിൽ വിവേകിനെയാണ് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ ദിവസം പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ മദ്യവും ബീഡിയും മറ്റ് ലഹരി വസ്തുക്കളും നൽകുന്നതിനായി പെരിങ്ങോട്ടുകരയിലുള്ള വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുകയും തടയാനായി എത്തിയ അച്ഛനെ ചവിട്ടി വീഴ്ത്തി കുട്ടിയെ ബലമായി പിടിച്ച് തട്ടിക്കൊണ്ടുപോയ കേസിലാണ് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അന്തിക്കാട്, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി കേസുകളിലെ പ്രതിയാണ് വിവേക്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ അഭിലാഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സജു, ഷാജി എന്നിവരാണ് വിവേകിനെ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. മാധ്യമങ്ങളിൽ പരസ്യം നൽകി ഓൺലൈനിൽ ട്രേഡിംഗിൽ സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘത്തിൽ നിന്നും കമ്മീഷൻ കൈപ്പറ്റി തട്ടിപ്പ് പണം കൈമാറിയ ആൾ അറസ്റ്റിൽ. ഷെയർ ട്രേഡിംഗിൽ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് തൃശൂർ കാറളം സ്വദേശിയിൽ നിന്ന് 1,34,50,000 രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ തൃശൂർ കടുപ്പശ്ശേരി അടമ്പുകുളം വീട്ടിൽ ആസ്റ്റൽ ഡേവിഡിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ഷെയർ ട്രേഡിംഗ് പരസ്യം കണ്ട ആകൃഷ്ടനായ കാറളം സ്വദേശിയെ ഷെയർ ട്രേഡിംഗിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ച് ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനുള്ള ലിങ്കും ട്രേഡിംഗ് നടത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഗ്രൂപ്പ് അഡ്മിന്മാർ പല ദിവസങ്ങളിലായി അയച്ചു കൊടുത്ത് ഷെയർ ട്രേഡിംഗ് നടത്തിച്ച് 2024 സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 31 വരെയുള്ള കാലയളവുകളിലായി കാറളം സ്വദേശിയുടെ ഇരിങ്ങാലക്കുടയിലെ വിവിധ ബാങ്കുകളിൽ നിന്നുമായി പല തവണകളായിട്ടാണ് 1,34,50,000 രൂപ തട്ടിപ്പുകാർ കൈക്കലാക്കിയത്. ഈ പണത്തിൽ ഉൾപ്പെട്ട 9 ലക്ഷം രൂപ ഇരിങ്ങാലക്കുടയിലെ ഒരു പ്രമുഖ ബാങ്കിലെ ബ്രാഞ്ചിൽ നിന്നും 8,50,000 രൂപ കൊമ്പടിഞ്ഞാമാക്കലുള്ള ഒരു പ്രമുഖ ബാങ്കിലെ ബ്രാഞ്ചിൽ നിന്നും പിൻവലിക്കുന്നതിന് ഇടനിലക്കാരനായി നിന്ന് ചെക്ക് ഉപയോഗിച്ച് പിൻവലിച്ച് തട്ടിപ്പുകാർക്ക് നൽകുകയും ആയതിൻ്റെ കമ്മീഷനായി 10,000 രൂപ 2 തവണകളായി കൈപ്പറ്റി തട്ടിപ്പിന് കൂട്ടുനിന്നതിനുമാണ് ആസ്റ്റൽ ഡേവിഡിനെ അറസ്റ്റ് ചെയ്തത്. DCRB DYSP സുരേഷ് SY, സൈബർ SHO വർഗീസ് അലക്സാണ്ടർ, SI ബെന്നി ജോസഫ്, SI ജോബി, ഗാസി അനൂപ്, അജിത് കുമാർ, അനീഷ്, സുദീപ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കോടതിയിൽ ഹാജരാക്കിയ ആസ്റ്റലിനെ റിമാൻഡ് ചെയ്തു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. കൊടുങ്ങല്ലൂരിൽ ഫൈബർ കേബിൾ കഴുത്തിൽ കുരുങ്ങി സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരി അരാക്കുളം വലിയതറ നിഖിലിന്റെ ഭാര്യ അനുപമയ്ക്കാണ് കഴുത്തിന് പരിക്കേറ്റത്. ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടുകുളം ജംഗ്ഷന് സമീപമായിരുന്നു അപകടം. റോഡിന് കുറുകെ ഉയർന്നു കിടന്നിരുന്ന കേബിൾ അനുപമയുടെ കഴുത്തിൽ കുരുങ്ങുകയായിരുന്നു. പരിക്കേറ്റ യുവതിയെ കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്.
നിറങ്ങളും ഗുരുതി വെള്ളവും വാരി വിതറി മാള നെയ്തക്കുടിയിൽ കുടുംബി സമുദായക്കാരുടെ മഞ്ഞക്കുളി ആഘോഷം. വഞ്ചി മുകളിലേക്ക് ഉയർത്തിയും താഴ്ത്തിയും മേളത്തിന്റെ അകമ്പടിയോടെ ഭക്തർ നെയ്തക്കുടി ആലുങ്കൽ കാവിലെത്തി. തുടർന്ന് വഞ്ചിയിൽ ചുണ്ണാമ്പും മഞ്ഞളും കലക്കി ഗുരുതി വെള്ളം ഒരുക്കിയ ശേഷം ക്ഷേത്ര ദർശനം കഴിഞ്ഞെത്തുന്ന പുരുഷന്മാരുടെ ശരീരത്തിലേക്ക് കോരിയൊഴിക്കുന്ന മഞ്ഞക്കുളി ചടങ്ങ് നടന്നു. ക്ഷേത്രാങ്കണത്തിലെത്തിയ സമുദായങ്ങളും ചടങ്ങിനെത്തിയവരും മുഖത്ത് വിവിധ നിറങ്ങളിലുള്ള ചായം അന്യോന്യം വാരി വിതറി. തുടർന്ന് മഞ്ഞക്കുളിയിൽ പങ്കെടുത്ത പുരുഷന്മാർ ക്ഷേത്രത്തിലെത്തി തൊഴുത് വലം വച്ച് മഞ്ഞക്കുളിക്ക് തയ്യാറാക്കിയ ഗുരുതിയിരിക്കുന്ന ഭാഗത്തേക്ക് ഓടിയെത്തി. ഇവരുടെ ശരീരത്തിലേക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന വെള്ളം ഒഴുക്കുന്ന ചടങ്ങ് നടന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 8 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചാണ് 28 പേർക്ക് ഉപകരണങ്ങൾ നൽകിയത്. ഗ്രാമപഞ്ചായത്ത് വിഹിതം, ജില്ലാ പഞ്ചായത്ത് വിഹിതം എന്നിവ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നിർവഹണം നടത്തിയത്. സ്റ്റാറ്റിക് സൈക്കിൾ, വീൽ ചെയറുകൾ, തെറാപ്പി മാറ്റുകൾ, തെറാപ്പി ബോർഡുകൾ, പീഡിയാട്രിക് വീൽ ചെയർ, CP ചെയർ, ഹോൾഡിംഗ് വാക്കർ, ഡീലക്സ്, വുഡൻ CP ചെയർ എന്നിങ്ങനെ 26 തരത്തിലുള്ള ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇസഹാക്ക് പുഴങ്കരയില്ലൻ, പഞ്ചായത്ത് അംഗങ്ങളായ PK സുകന്യ, PM സൈനുൽ ആബുദ്ദീൻ, സെക്രട്ടറി ഗിരീഷ് മോഹൻ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ KR വൈദേഹി, KK സക്കറിയ എന്നിവർ സംസാരിച്ചു. മേലടൂർ ഗവൺമെന്റ് സമിതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വിമുക്തി ക്ലബിന്റെ നേതൃത്വത്തിൽ രക്ഷിതാക്കൾക്കായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മാള SI KR സുധാകരൻ ക്ലാസ് എടുത്തു. കാരണം നിങ്ങളുടെ വീട്ടിൽ കള്ളം കയറി പോയി, വേറെ ഏതെങ്കിലും സംഭവം ഉണ്ടായിരുന്നുള്ള സമാനം പോയി. അപ്പൊ ആ മനസ്സമാനം പോകാണ്ടിരിക്കാൻ എന്ത് ചെയ്യണം? പോലീസ് ഉണർവോടെ പ്രവർത്തിക്കണം. ഞാൻ ഒരു മാസമായിട്ടുള്ളൂ ഈ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ നിന്ന് മാള പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. എൻ്റെ പേര് KR സുധാകരൻ. ഈ ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പും ഞാൻ ഇവിടെയുണ്ട്. അതുകൊണ്ട് മാളയിലെ എല്ലാ ജനങ്ങളുടെയും അവരുടെ നാഡി സ്പന്ദനം പോലും എനിക്കറിയാം. കാരണം ഞാനും മുരുകേഷ് സാർ ഉൾപ്പെടെയുള്ളവര് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി റബ്ബാനെ പിടിക്കാൻ, തല്ലുണ്ടാവുന്നത് ഒഴിവാക്കാൻ, മറ്റു സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ ഇടപെടാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഇവിടെ ഈ സ്കൂളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആശ്രയ കേന്ദ്രമാണ്. 2018-ലും 2019-ലും വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എവിടെയാണ് ആശ്രയം ഉണ്ടായത്? രക്ഷിക്കാൻ എവിടെയുണ്ടായത്? ഈ സ്കൂൾ, ശരിയല്ലേ? ആ സ്കൂളുകളുടെ ക്യാമ്പുകളിൽ ഞങ്ങൾ നിരന്തരം സന്ദർശിക്കുന്നു. അപ്പൊ മുരുകേഷ് സാറിന് പഠിച്ചു വരണം. അപ്പൊ ഞങ്ങളൊന്നും വേണ്ടി വരില്ല. മുരുകേഷ് സാറിന് ക്ലാസ് എടുത്തു. എനിക്ക് ക്ലാസ് എടുത്ത് വലിയ പരിചയമൊന്നുമില്ല. ക്ലാസ്സും കണ്ടെടുക്കും. നമ്മൾ കാണുന്ന കുറേ സംഭവങ്ങൾ. PTA പ്രസിഡന്റ് മുരുകേഷ് കടവത്ത് അധ്യക്ഷനായി. മാതൃഭൂമി ലേഖകൻ EP രാജീവ്, പ്രധാന അധ്യാപിക ദിവ്യ ദാമോദരൻ, അധ്യാപകരായ PC സുധ, MT വത്സ എന്നിവർ പ്രസംഗിച്ചു. അഴിക്കോട് ശ്രീമുരുകൻ കാവടി സംഘം വക ആലുങ്ങൽ ശ്രീമുരുക ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശവും കാവടി ഉത്സവവും ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായ ഗണപതി ഹോമം, അഷ്ടബന്ധന്യാസം, കാവടിക്ക് സ്വീകരണം, ദീപാരാധന, ചിന്തപ്പാട്ട് എന്നിവ നടന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. മാള പരനാട്ടുകുന്ന് മതിലകത്ത് ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. താലം എഴുന്നള്ളിപ്പ്, ദീപാരാധന, കാളകളി, തായമ്പക എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. മാർച്ച് 18-ന് നടതുറപ്പ് മഹോത്സവം ആഘോഷിക്കും. മഞ്ഞളാടുന്ന ദേവി
ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ആളുടെ സ്കൂട്ടർ മോഷ്ടിച്ച പ്രതി പിടിയിൽ. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ വടക്കേ അമ്പല കോമ്പൗണ്ടിൽ നിന്നും പത്തനംതിട്ട കൊയ്പ്രം കണ്ടന്തികര വീട്ടിൽ വിഷ്ണുവിന്റെ മോഷ്ടിച്ച ലോകമലേശ്വരം കാവിൽ കടവ് അടിമച്ചാലിൽ വീട്ടിൽ സതീശനെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ബൈക്ക് മോഷണം നടത്തുന്നവരെ കേന്ദ്രീകരിച്ച് കേസന്വേഷണം നടത്തിയതിനെ തുടർന്നാണ് സതീശൻ അറസ്റ്റിലാകുന്നത്. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർ സാലിം K, പോലീസ് ഉദ്യോഗസ്ഥരായ ഷമീർ, വിഷ്ണു, ഗോപേഷ്, ജിജിൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഉണ്ണിമിശിഹ പള്ളിയിൽ മോഷണം നടത്തിയ പ്രതി പത്മനാഭനെ കോട്ടയം തലയോലപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ പോലീസ് നൽകിയ സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി 1000 ഏക്കർ ചക്യാങ്കൽ വീട്ടിൽ പത്മനാഭനെ തലയോലപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പത്മനാഭൻ കുന്നംകുളം, കൊടുങ്ങല്ലൂർ, മാള പോലീസ് സ്റ്റേഷനിലടക്കം നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ്. ആളൂർ വെള്ളാഞ്ചിറ ആണിക്കുളങ്ങര ദുർഗാക്ഷേത്രത്തിലെ മകം തൊഴൽ മഹോത്സവം ഭക്തിസാന്ദ്രമായി. പള്ളിയുണർത്തൽ, ഗണപതി ഹോമം, ആറാട്ടെഴുന്നള്ളിപ്പ്, കാരൂർ ചിറയിൽ ആറാട്ട്, കലശാഭിഷേകം, ശ്രീഭൂതബലി, നാരായണീയ പാരായണം എന്നിവയ്ക്ക് ശേഷമായിരുന്നു മകം തൊഴൽ. 100 കണക്കിന് സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് ദർശനത്തിന് എത്തിയത്. മകം തൊഴലിനു ശേഷം കാഴ്ചശീവേലി, മേളം, തായമ്പക, മെഗാ ഷോ, വിളക്കിനെഴുന്നള്ളിപ്പ്, ഗുരുതി എന്നിവയുണ്ടായി. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ, മധു കാരമാത്ര, മേൽശാന്തി രാജേഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. മേളത്തിന് കൊടകര ഉണ്ണിയും തായമ്പകയ്ക്ക് മരുത്തോംപിള്ളി രാജു വാര്യരും നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി ദേശീയപാത പോട്ടാശ്രമം ജംഗ്ഷനിൽ ബൈക്കിൽ മിനി ലോറിയിടിച്ച് ബൈക്ക് യുവാവ് മരിച്ചു. വിആർപുരം ഞാറക്കൽ വീട്ടിൽ അശോകന്റെ മകൻ 40 വയസ്സുള്ള അനീഷാണ് മരിച്ചത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലഹരി വസ്തുക്കൾ നൽകുന്നതിനായി തട്ടിക്കൊണ്ടുപോയ പ്രതി പോലീസ് കസ്റ്റഡിയിൽ. പെരിങ്ങാട്ടുകര താന്യം തെക്കിനിയേടത്ത് വീട്ടിൽ വിവേകിനെയാണ് അന്തിക്കാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും ഞായർ, തിങ്കൾ ദിവസങ്ങളിലും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.